സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ നേതാവെന്നറിയപ്പെടുന്ന, പാപമോചന തേട്ടങ്ങളുടെ നേതാവെന്നറിയപ്പെടുന്ന പ്രാർത്ഥന അതേതാണ്? അൻ യഖൂല, പറയലാണ്. നമ്മൾ ഇങ്ങനെ പറയണം: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ദുആ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്: മൻ ഖാലഹാ മിനൻ നഹാരി, ആരെങ്കിലും പകലിൽ ഈ ദുആ പറഞ്ഞാൽ, മൂഖിനൻ ബിഹാ, അതിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട്, അത് തെറ്റാതെ അക്ഷരത്തെറ്റ് കൂടാതെ അത് ചൊല്ലുകയും അതിന്റെ ആശയം ഗ്രഹിക്കുകയും അതിൽ പറഞ്ഞത് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് പകൽ സമയത്ത് ആരെങ്കിലും ഈ ദുആ പറഞ്ഞാൽ, ഫമാതമിൻ യൗമിഹി, എന്നിട്ട് ആ പകലിൽ അവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചോളൂ. ഖബല അൻ യുംസിയ, പ്രഭാതത്തിൽ അവൻ പറഞ്ഞു, അതല്ലെങ്കിൽ പകലിൽ അവൻ പറഞ്ഞു, പ്രദോഷമാകുന്നതിന്റെ മുമ്പ്, രാത്രിയാകുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാകുന്നു. സുബ്ഹാനല്ലാഹ്. പകൽ സമയത്ത് ഇത് പറഞ്ഞ് രാത്രിയാകുന്നതിന് മുമ്പ് ഒരാൾ മരിച്ചാൽ, വൈകുന്നേരം ആകുന്നതിന് മുമ്പ് മരിച്ചാൽ അവൻ സ്വർഗക്കാരനാണ്. ഒമൻ ഖാലഹാ മിനൽ ലൈൽ, ആരെങ്കിലും ഇത് രാത്രിയിൽ പറഞ്ഞാൽ, വഹുവ മൂഖിനുൻ ബിഹാ, അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ച് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൃഢമായ ബോധത്തോടെ ആരെങ്കിലും അത് രാത്രി സമയത്ത് പറയുകയും, സമാത ഖബല അൻ യുസ്ബിഹ, പ്രഭാതത്തിന് മുമ്പേ ആ രാത്രിയിൽ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ, വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാകുന്നു. സഹോദരങ്ങളെ, എത്രത്തോളം വലിയ പുണ്യമുണ്ട് ഇതിന്. പകൽ സമയത്ത് ഒരു തവണയെങ്കിലും പറയാൻ, രാത്രി സമയത്ത് ഒരു തവണയെങ്കിലും പറയാൻ. ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നത് ഒന്നുകിൽ പകലിലാണ്, അല്ലെങ്കിൽ രാത്രിയാണ്. ഒന്നുകിൽ പകലിലാണ് നമ്മുടെ മരണം, അതല്ലെങ്കിൽ രാത്രിയിലാണ് നമ്മുടെ മരണം. പകൽ മരിക്കട്ടെ, രാത്രി മരിക്കട്ടെ, പകലിത് പറഞ്ഞ് രാത്രി വരുന്നതിന്റെ മുമ്പ് മരിച്ചാലും സ്വർഗക്കാരൻ, രാത്രി ഇത് പറഞ്ഞ് പകലാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാലും സ്വർഗക്കാരൻ. അത്ര മുന്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ വിഷയം പറയുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത. കണ്ടോ, കരാറെടുക്കുന്നത്. അല്ലാഹുവേ, നീയാണ് എന്റെ റബ്ബ്, നീ അല്ലാതെ ഒരു ഇലാഹില്ല. ഖലഖ്തനീ, നീയാണ് എന്നെ പടച്ചത്. വഅനാ അബ്ദുക, ഞാൻ നിന്റെ അടിമ മാത്രമാണ്. നീയാണ് എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക, വഅന അലാ അഹ്ദിക, ഞാൻ നിന്നോടെടുത്ത കരാറുകൾ പാലിക്കുന്നവനാണ്. വവഅദിക, നിന്നോടെടുത്ത വാഗ്ദത്തങ്ങളിൽ മേലും ഞാൻ നിലകൊള്ളും. മസ്തതഅതു, എനിക്ക് കഴിവിനത്ര, കഴിവിന്റെ പരമാവധി നിന്നോടെടുത്ത കരാറുകൾ, നിന്നോടെടുത്ത വാഗ്ദാനങ്ങളിൽ മേൽ ഞാൻ ജീവിക്കും. ഇതാണ് വളരെ ഗൗരവത്തോടെ പറയേണ്ടത്. എന്നിട്ട് പറയുന്നു, അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ചെയ്തികളുടെയും ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ധാരാളക്കണക്കിൽ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തൊക്കെ ഞാൻ നിന്നോട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ശുക്ർ ചെയ്യാൻ പലപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല. വഅബൂഉ ലക ബിദംബി, എന്റെ കുറ്റങ്ങളും ഞാൻ നിന്റെ മുമ്പിൽ സമ്മതിച്ചു പറയുന്നു. എന്റെ പാപങ്ങൾ ഞാൻ നിന്നോട് ഏറ്റു പറയുക. അതിനാൽ ഫഗ്ഫിർ ലീ, ആകയാൽ നീ എനിക്ക് പൊറുത്തു തരേണമേ അല്ലാഹ്. ഫഇന്നഹു, നിശ്ചയമായും എന്റെ നിന്നോട് പൊറുക്കലിനെ ഞാൻ തേടുന്നത്, ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. നീയേ പാപങ്ങൾ പൊറുക്കുകയുള്ളൂ. അതുകൊണ്ട് നീ എന്റെ പാപങ്ങൾ പൊറുത്തു തരേണമേ. ഞാൻ നിന്നോടുള്ള കരാറുകളും വാഗ്ദത്തങ്ങളും ഒന്നും ലംഘിക്കൂല. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആ കരാറുകൾ പാലിക്കും. വല്ല വീഴ്ചയും വന്നുപോയെങ്കിൽ പൊറുത്തു തരണേ അല്ലാഹ്. ഇനി അങ്ങോട്ട് നീ എനിക്ക് സൗഭാഗ്യം തരണേ അല്ലാഹ്.
നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ. ഈ ഇസ്തിഗ്ഫാറിന്റെ ദുആ സഹോദരങ്ങളെ, ഈ മിമ്പറിൽ വെച്ചും അല്ലാതെയൊക്കെ ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പടി തവണ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. സ്വന്തത്തോട് ചോദിക്കും, ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദുആ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ, ഞാനിത് പഠിച്ചോ? ഒന്ന് സ്വന്തത്തോട് ചോദിക്കണം പ്രിയമുള്ളവരെ, ഒന്ന് സ്വന്തത്തോട് ചോദിക്കുക. ഇത്ര പ്രാധാന്യം, എനിക്ക് മരിക്കണ്ടേ? നിങ്ങൾക്കൊക്കെ മരിക്കണ്ടേ? നമ്മുടെ ഒക്കെ മരണം ഒന്നുകിൽ പകലിൽ ഏതെങ്കിലും ഒരു സമയത്ത്, രാത്രിയിൽ ഒരു സമയത്ത്. സ്വർഗക്കാരനായി മരിച്ചു പോകാൻ ആത്മാർത്ഥമായി വിശ്വാസ ദൃഢതയോടുകൂടെ ഈ പ്രാർത്ഥന ചൊല്ലി ജീവിതത്തെ ശുദ്ധീകരിച്ചാൽ അത് അല്ലാഹു തആല നമുക്ക് അവന്റെ റസൂലിലൂടെ ഓഫർ പറയുമ്പോ അത് പഠിച്ചെടുക്കാൻ ഇന്നുവരെ ശ്രദ്ധിക്കാത്ത നമുക്ക് എത്ര സിനിമാ ഗാനങ്ങൾ തെറ്റുകൂടാതെ പാടാനറിയാം, എത്ര വലിയ ഇംഗ്ലീഷിന്റെ വരികൾ നമുക്ക് നിയമങ്ങൾ പറയാനറിയാം, എത്രായിരം കാര്യങ്ങളും കഥകളും നോവലുകളും വായിച്ച് തള്ളിത്തീർക്കുന്ന നമുക്ക്, അതേ പല വാചകങ്ങളും മനഃപ്പാഠമാക്കി വെച്ചിട്ടുള്ള നമുക്ക്, നമ്മുടെ ഖബറിലേക്ക് നമുക്ക് പരലോകത്തേക്ക് ആവശ്യമായ ഒരു 4 വരി അശുദ്ധമായ അറബിയിലുള്ള തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മഹത്വങ്ങൾ ഏറ്റുപറയുന്ന, അവനോട് തന്റേതായ പാപങ്ങളെ കുറിച്ച് സമ്മതിച്ചു പറയുന്ന, പുറത്തുടന്നാലും കൊണ്ടേ എന്നവനോട് കെഞ്ചുന്ന ഒരു 4 വരി പഠിക്കാൻ ഇന്നവരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മേക്കാൾ വലിയ വിഡ്ഢികൾ ആരുണ്ട് പ്രിയമുള്ളവരെ? സ്വന്തത്തോടൊന്ന് ചോദിച്ചിട്ട് ഈ ദുആ നിങ്ങൾ എന്ത് വില കൊടുത്തും അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച് രാവും പകലും ഓരോ തവണയെങ്കിലും ഇത് പറഞ്ഞുകൊണ്ട് സ്വർഗാവകാശിയായി കൊണ്ട് മരണം വരിക്കുവാനുള്ള ഒരു പ്രത്യേകമായ പ്രയത്നത്തിലേക്ക് ഏർപ്പെടാൻ ഇന്ന് മുതൽ അധ്വാനിക്കണേ എന്നോടും നിങ്ങളോടും ശക്തമായ വസിയത്ത് പറയുകയാണ്.